തരൂർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഒരുപക്ഷെ അത് കോൺഗ്രസിന് താങ്ങാനാവുന്നതിനപ്പുറത്തായിരിക്കാം. കാരണം തരൂരിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് രാജ്യത്തെ മൊത്തം കോൺഗ്രസിന് ഇട്ടുകൊണ്ടുള്ള ഒരു പണി തന്നെയാണ്. അതിൽ ദേശീയ നേതൃത്വമോ കേരള ഘടകമോ ആകട്ടെ, അവർക്കെല്ലാം ഇട്ടുകൊണ്ടുള്ള ഒരു പണി തന്നെയാണ് ശശി തരൂർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതിന് പിന്നിൽ ഞെട്ടിക്കുന്ന കാരണങ്ങളുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ അവഗണനയാണ് പാർട്ടിയെ വിട്ടിലാക്കിയുള്ള വിരുദ്ധ നിലപാടുകൾ പരസ്യമാക്കാൻ ശശി തരൂരിനെ പ്രേരിപ്പിച്ചത് എന്നാണ് വിവരം. പ്രവർത്തക സമിതി അംഗമായിട്ടും സംസ്ഥാനത്ത് നേതൃത്വം തന്നെ അവഗണിക്കുന്നൊരു അമർഷം കൃത്യമായിട്ടും തരൂരിനുണ്ട്. KPCC ഓഫീസായ ഇന്ദിരാഭവനിൽ ഒരു മുറി അനുവദിക്കാൻ പോലും നേതൃത്വം തയ്യാറായില്ല. പാർലമെന്റിൽ പാർട്ടി മതിയായ പരിഗണന നൽകുന്നില്ല എന്ന അമർഷവും തരൂരിനുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മാലപ്പടക്കം പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പൊട്ടി തീരുകയാണ്. അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ മരുന്നിന് പോലും ഒരു സീറ്റ് പോലും നേടാനാവാതെ സോണിയാഗാന്ധി, രാഹുൽ, പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ വോട്ടുകൾ പതിപ്പിക്കുന്ന ഡൽഹിയിൽ തോറ്റടിയുക എന്നതിൽ പരം വലിയ നാണക്കേട് എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനില്ല. അവിടെയാണ് മരുന്നിന് പോലും ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, കേരളത്തിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി ചർച്ചയെ ചൊല്ലിയുള്ള തർക്കമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നത്. അല്ലാതെ വിജയിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന പാർട്ടി നയമൊന്നുമില്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യമായി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് കാരണം നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ പോയാലും കോൺഗ്രസ് വിജയിക്കുമെന്ന് ധാരണയാണ്. അത്രമാത്രം ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കളിച്ചാലും CPM വിജയിക്കില്ല എന്നും ഈ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. അതിനിടയ്ക്കാണ് ശശി തരൂർ കോൺഗ്രസിന്റെ ശത്രുപക്ഷത്തുള്ള കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും പുകഴ്ത്തി ലേഖനം എഴുതുന്നതും തുറന്നു പറച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. രാഹുൽ അടക്കമുള്ള ദേശീയ നേതാക്കൾ മോദിയുടെ വിദേശ യാത്രക്കെതിരെ കനത്ത പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ ദേശീയ നേതാവായ, ലോകമറിയുന്ന നേതാവായ ശശി തരൂർ കോൺഗ്രസിനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. VD സതീശനും ജയറാം രമേശും അടക്കമുള്ള കേരള ദേശീയ നേതാക്കൾ ശശി തരൂരിനെതിരെ ഒന്നും നോക്കാതെ തുറന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ കാര്യങ്ങൾ അല്പം കൂടി മയപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടിയെ തരൂർ കൂട്ടുപിടിക്കുന്നുണ്ട് എങ്കിലും ഇത്തരത്തിൽ കോൺഗ്രസിന് താറടിക്കുന്ന തരത്തിൽ തരൂർ പെരുമാറുന്നതിന് പിന്നിൽ അവഗണന എന്ന വലിയ കാരണം തന്നെയാണ്. വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.